മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഹൈമാസ്റ്റ് വിഷയത്തിൽ പഞ്ചായത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടതില്ല എന്ന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ UDFന്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമുയർന്നിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചെറുപുഴ ടൗണിൽ ഉപവാസ സമരവും നടത്തിയിരുന്നു. എന്നാൽ ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും വിളക്ക് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുത്തതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 19 വാർഡുകളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചത്. ഇതിനായി 1,56,56,400 രൂപ മാറ്റിവെച്ചു കഴിഞ്ഞുവെന്നും ഇതിൽ നല്ലൊരു ഭാഗം തുകയും KSEBയിൽ അടയ്ക്കുകയും ചെയ്തുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി വേണ്ടാന്ന് വെച്ചത് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമല്ല, എവിടെ നിന്നോ മുകളിൽ എവിടെ നിന്നോ ഉണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് ചെയ്തതാണെന്നുള്ള ആരോപണം. യാതൊരു സമ്മർദ്ദവും ഒരു ഭാഗത്തു നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 19 പേര് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഉദ്യോഗസ്ഥന്മാർ ചേർന്ന 2 പ്രാവശ്യം നടത്തിയ 2 പഞ്ചായത്ത് യോഗങ്ങളിൽ എടുത്ത തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊരു ധാരണയിൽ നിന്നാണ് ഈ തരത്തില് ഹൈമാസ് ലൈറ്റുകൾ ഇനി വേണ്ട, ആരുടെ ഭാഗത്തു നിന്നായാലും ഹൈമാസ് ലൈറ്റുകൾ ഇപ്പോൾ വേണ്ട. പിന്നെ നമുക്ക് ലൈറ്റ് എല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഏതെങ്കിലും പ്രദേശം വളരെ അടിയന്തരമായി അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് പൂർണ്ണമായും ബോധ്യമാവുകയാണെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷെ നിലവിലിപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം നിലവിലില്ല. ഹൈമാസ് ലൈറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതാണ് ഹൈമാസ് ലൈറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യമുണ്ട്. ഇവിടുത്തെ സ്കൂളുകൾക്ക് ഒരുപാട് ആവശ്യമുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നിലയിൽ അദ്ദേഹം സഹായിക്കുക. ഒന്നും വേണ്ട, അങ്ങനെ ഒന്നും തരണ്ട. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റോഡാണ്. ഈ പഞ്ചായത്തിൽ 3 or 4 റോഡുകൾ PMGSIയിൽ പെടുത്തിയെടുക്കാവുന്ന തരത്തിലുള്ളതുണ്ട്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ആ റോഡ് ഞാൻ റെഡിയാക്കി തരുമെന്ന് പറഞ്ഞതാണ്. ആ റോഡിന് വേണ്ടിയിട്ട് നാട്ടുകാരും പഞ്ചായത്തും പലവട്ടം പല തരത്തിലുള്ള ശ്രമം നടത്തി. ബഹുമാനപ്പെട്ട MP-യുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം അതിന് വേണ്ടിയിട്ട് ലഭിച്ചതായി രേഖാമൂലമായിട്ടൊരു അത് ശ്രമിച്ചിട്ടില്ല എന്ന് പറയാൻ എനിക്കറിയില്ല എന്ന് മാത്രമേ കുറിച്ച് പറയാൻ. മറ്റെത്രയോ റോഡുകൾ, ഏതെങ്കിലും ഒരു റോഡ് PMGSIയിൽ പെടുത്തി തരാൻ വേണ്ടിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. MP ഫണ്ട് വീതം വെക്കുക എന്നുള്ളതല്ലാതെ മറ്റ് നിരവധി മാർഗം. ഇടവരമ്പ് കൂമ്പംകുന്ന് താബോർ റോഡ് PMGSIയിൽ ഉൾപ്പെടുത്തണം. അതിന് താങ്കൾ ശ്രമിക്കണം. അങ്ങയുടെ ശ്രമം ആവശ്യമാണെന്ന് നിവേദനം കൊടുക്കുകയും ഞാൻ പരസ്യമായി ആവശ്യപ്പെടുകയും. അതിന് അദ്ദേഹം എനിക്ക് തന്ന മറുപടി, അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പ്രസിഡന്റിന് ഇറങ്ങുന്നതിന് മുമ്പ് അതിന് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയും എന്നാണ് എന്നോട് പറഞ്ഞ സന്തോഷം. ഒരു ഹൈമാസ്റ്റ് ലൈറ്റിന് ഒരു മാസം ശരാശരി 3000 രൂപ വൈദ്യുതി ബിൽ അടയ്ക്കണം. ഇനി പഞ്ചായത്തിൽ ചെലവേറിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടായെന്നും ചെലവ് കുറഞ്ഞ സോളാർ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചാൽ മതിയെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമാണെന്നും, എന്നാൽ എവിടെയെങ്കിലും ഇത്തരം ലൈറ്റുകൾ പോരായെന്ന് ഭരണസമിതിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായാൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി യാതൊരു വികസന പ്രവർത്തനത്തിനും ഫണ്ട് അനുവദിക്കാത്ത MP ഏതാനും ഹൈമാസ്റ്റ് ലൈറ്റുകളുമായി വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. പത്രസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ജോയി, M ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ KM ഷാജി, CBM തോമസ്, മാത്യു കാരിത്താങ്കൽ എന്നിവർ പങ്കെടുത്തു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.